Hello everyone, welcome back to Xylem Learning. So, SSC RRB എക്സാമുകൾക്ക് കുറച്ച് അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ ആണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരൊറ്റ വീഡിയോ ഉണ്ട്, ഒറ്റയടിക്ക് നമ്മൾ സോളാർ സിസ്റ്റം അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. നമുക്കറിയാം സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള സിസ്റ്റമാണ്. അതിൽ പ്ലാനറ്റുകൾ ഉണ്ട്, ക്യൂപ്പർ ബെൽറ്റ് ഉണ്ട്, ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്, കോമറ്റുകൾ ഉണ്ട്, അല്ലെ, മീറ്റേഴ്സ് ഉണ്ട്, ആസ്ട്രോയിഡ്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സണ്ണിന് ചുറ്റും ഇതെല്ലാം ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹോൾ സിസ്റ്റത്തെ നമ്മൾ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുന്നതിന്റെ മുന്നേ സോളാർ സിസ്റ്റം എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് സോളാർ സിസ്റ്റത്തിന്റെ ഒറിജിൻ, അത് നമ്മൾ പഠിച്ചിരിക്കണം. യൂണിവേഴ്സിന്റെ ഒറിജിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ, ഒരുപാട് തിയറീസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾ, ജോർജ് ലേമേറ്ററിന്റെ ബിഗ് ബാങ് തിയറി, എഡ്വിൻ ഹബിളിന്റെ ഹബിൾസ് ലോ, ദെൻ ഹിഗ്സ് ബോസൺ പോലെയുള്ള കാര്യങ്ങൾ, സ്റ്റഡി സ്റ്റേറ്റ് തിയറി, പൾസേറ്റിംഗ് തിയറി, അങ്ങനെ ഇഷ്ടംപോലെ തിയറികൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിന്റെ ഒറിജിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായി, അല്ലേ. അതേപോലെ സോളാർ സിസ്റ്റം എങ്ങനെ ഒറിജിൻ ചെയ്തു എന്നതിന് ഇമ്മാനുവൽ കാൻ അദ്ദേഹത്തിന്റെ നെബുലാർ തിയറിയുടെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. നെബുലയിൽ നിന്നാണ്, നെബുല എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായല്ലേ. നെബുല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലൗഡ് ഓഫ് ജയന്റ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ് ആണ്. അപ്പം ഈ ക്ലൗഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, ക്ലൗഡ് ഫോമിലുള്ള ഈ ഒരു സാധനം സ്പിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്പിൻ ചെയ്ത് കാലക്രമേണ ഇത് ഫ്ലാറ്റ് ആയി പരക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഇത് സ്പിൻ ചെയ്യാൻ തുടങ്ങി. അതിന്റെ നടുവില് ചൂട് കൂടുതലാണ്. ആ ചൂട് കൂടിയ ഭാഗത്ത് ആരുണ്ടായി, സൺ ഉണ്ടായി, നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള സൂര്യൻ ഉണ്ടായി. പിന്നീട് അങ്ങോട്ടേക്ക് സ്പിൻ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഈ പ്ലാനറ്റുകൾ, നമ്മൾ പറയുന്ന പ്ലാനറ്റുകളും ഉൽക്കകളും ആസ്റ്ററോയിഡുകളും മീറ്റേഴ്സും കോമറ്റുകളും ഒക്കെ, അല്ലെ, ഇന്ന് കാണുന്ന സോളാർ സിസ്റ്റം ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു നെബുലയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇമ്മാനുവൽ കാന്റിന്റെ നെബുലാർ തിയറിയിൽ പറയുന്നത്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് തിയറിയാണ് ഹീലിയോസെൻട്രിക് തിയറി. സോളാർ സിസ്റ്റത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. നമുക്കറിയാം കോപ്പർനിക്കസിന്റെ ആണല്ലേ ഈ ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടുള്ള ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഭൂമിയെ ചുറ്റിയായിരുന്നു ഇന്നത്തെ സൂര്യനും എല്ലാ കാര്യങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ എതിരായിട്ട് ആരൊരു തിയറി പ്രപ്പോസ് ചെയ്തു, നമ്മുടെ നിക്കോളാസ് കോപ്പർനിക്കസ് ഹീലിയോസെൻട്രിക് തിയറി പ്രപ്പോസ് ചെയ്തു. എന്തായിരുന്നു ഈ തിയറിയിൽ പറയുന്നത്, സൂര്യനെ കേന്ദ്രീകരിച്ചാണ്, സൂര്യനെ ചുറ്റുമാണ് നമ്മൾ ഈ പറയുന്ന ഭൂമി ഉൾപ്പെടെയുള്ള പ്ലാനറ്റുകൾ എന്ത് ചെയ്യുന്നത്, ഓർബിറ്റ് ചെയ്യുന്നത്. ഇതിനെ ലേറ്റർ ആര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി, ഗലീലിയോ ഗലീലി, കെപ്ലർ, ന്യൂട്ടൺ പോലെയുള്ള സയന്റിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. ഇതാണ് മോഡേൺ ആസ്ട്രോണമിയുടെ ഒരു ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു തിയറിയാണ് കേട്ടോ ഹീലിയോസെൻട്രിക് തിയറി. അപ്പം ഈ രണ്ട് തിയറികളാണ് മെയിൻ ആയിട്ട് സോളാർ സിസ്റ്റത്തിന്റെ ഒറിജിനുമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സോളാർ സിസ്റ്റം നമുക്കറിയാം സണ്ണിനെ കേന്ദ്രീകരിച്ച് കറങ്ങുന്ന പ്ലാനറ്റുകൾ, ദെൻ ഉപഗ്രഹങ്ങളുണ്ട്, സാറ്റലൈറ്റുകളുണ്ട്, ദെൻ അത് കോമറ്റുകളുണ്ട്, ആസ്ട്രോയിഡുകളുണ്ട്, മീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് സോളാർ സിസ്റ്റം. അതിലെ തലവനാണ്, അതിലെ കേന്ദ്രമാണ് സൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സണ്ണിനെ പറ്റിയാണ്. നമുക്കറിയാം നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരേ ഒരു സ്റ്റാർ ആണ് ഒബിയസ്ലി നമ്മുടെ ക്ലോസസ്റ്റ് സ്റ്റാർ ആണ്, ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന, നമ്മളെടുത്ത ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ്, സ്റ്റാർ ആണ് സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ സണ്ണിൽ നിന്നും എർത്തിലേക്ക് നമ്മളുടെ അടുത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 149 തൊട്ട് 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, 149 തൊട്ട് 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. യെസ്, ആൻഡ് ഏറ്റവും ദൂരത്ത് കിടക്കുന്ന പ്ലാനറ്റ് ഏതായിരുന്നു, നെപ്റ്റ്യൂൺ ആയിരുന്നു. അവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 4.5 ബില്യൺ കിലോമീറ്റേഴ്സ് ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി മൂണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസോ, മൂൺ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്, എർത്തിന്റെ സാറ്റലൈറ്റ് ആണ്. എത്രയാണ്, 3,84,400 കിലോമീറ്റർ ആണ് എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലേ. യെസ്, ഇനി സൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് ഏത്, സോളാർ സിസ്റ്റത്തിലെ സൗരയൂഥത്തിലെ ഏറ്റവും വലുപ്പമുള്ള പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ഈ ജൂപ്പിറ്ററിന്റെ അടുത്ത് എർത്ത് വരുമ്പോഴത്തേക്ക് ഇതേ ഇത്രയേ ഉള്ളൂ, അല്ലേ. ഈ ജൂപ്പിറ്റർ തന്നെ സണ്ണിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് എത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു പൊട്ടായിട്ട് മാറുന്നുണ്ട്. അതിലും എത്രയോ ചെറുതാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. സോ ഓർത്തു വെക്കണം, our sun is about 100 times wider than earth. എർത്തിനേക്കാളും, അല്ലെ, അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, സണ്ണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 100 times wider ആണ്.
പക്ഷേ സൺ എന്താണ്? സൺ ഒരു വലിയൊരു സ്റ്റാർ ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സൺ ഒരു വലിയ സ്റ്റാർ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ സൺ എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റാർ ആണ്. സൺ എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റാർ ആണ്. ഓക്കെ, ഇനി സണ്ണിന് എത്ര വർഷം പഴക്കമുണ്ട്? ഭൂമിയുടെ വർഷം അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ലേ? അവൻ ബിഗ് ബാങ് തിയറിയിലൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. സണ്ണിന് എത്ര വർഷം പഴക്കമുണ്ട്? സണ്ണിന്റെ പഴക്കം അല്ലെങ്കിൽ സണ്ണിന്റെ പ്രായം എന്ന് പറയുന്നത് 4.5 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അബൌട്ട് ഒരു 4.6 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ് നമ്മുടെ സ്റ്റാർ സൺ. ഓക്കെ, ആൻഡ് സൺ അതിന്റെ ഒരു സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ആ ഒരു ബേബി സ്റ്റാറിന് ശേഷം അതിനൊരു മെയിൻ സീക്വൻസ് സ്റ്റാർ സ്റ്റേജ് ഉണ്ടാവും അല്ലേ? ആ സ്റ്റേജിലാണ്, ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ സ്റ്റേജിലാണ് ആരിപ്പോൾ എത്തി നിൽക്കുന്നത്? സൺ. ഓക്കെ, ഇനി സൺ ആകാൻ പോകുന്നത് സൂപ്പർ ജയന്റ് ആയിട്ടാണ്. ഒരു റെഡ് ജയന്റ് ആയിട്ടാണ് സണ്ണ് മാറാൻ പോകുന്നത്. റെഡ് ജയന്റ്. അതിനുശേഷം എന്ത് ചെയ്യും? അവസാനം ഒരു വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറും. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സൺ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ്? സൺ ഇപ്പോൾ ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ സ്റ്റേജിലാണ്. ഇനി സൺ ഒരു റെഡ് ജയന്റ് ആയിട്ട് മാറും. അതിനുശേഷം അവസാനം സൺ ആകാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് നമുക്കറിയാം സണ്ണില്ലാതെ ഈ സോളാർ സിസ്റ്റം ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല. ഈ സണ്ണിലുള്ള ഗ്രാവിറ്റി ആണ് നമ്മൾ എല്ലാം ഇങ്ങനെ ചേർത്ത് നിർത്തുന്നല്ലേ? എല്ലാ പ്ലാനറ്റുകളെയും, മീറ്റേഴ്സിനെയും, ആസ്ട്രോയിഡിനെയും, കോമറ്റുകളെയും ഒക്കെ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ നിന്നു പോവാൻ കാരണം സണ്ണാണ്. ഇവൻ നമ്മുടെ ഭൂമിയിലെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ കാരണം സണ്ണാണ്. പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, നമുക്ക് വാംത്, ഹീറ്റ് എല്ലാം തരുന്നത് ആരാണ്? സണ്ണാണ്. സോ ദ ഹോൾ സോളാർ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത് സൺ ഉള്ളത് കൊണ്ടാണ് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് സണ്ണാണ്. ആൻഡ് സണ്ണിന്റെ ടെമ്പറേച്ചർ നമുക്കറിയാം ഭയങ്കര ചൂട് കൂടുതലാണ്. ഇവൻ നമ്മളിപ്പോ ഒരു ഉച്ച സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഭയങ്കര ചൂടാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് സണ്ണിലുള്ള ചൂടെന്ന് പറയുന്നത്. സണ്ണിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? സണ്ണിന്റെ എർത്തിന്റെ കോറിലെ ടെമ്പറേച്ചർ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ? ഏറ്റവും ചൂട് കൂടിയ ഭാഗമാണ് എർത്തിന്റെ കോർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് സണ്ണിന്റെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് സണ്ണിലെ ഏറ്റവും ചൂട് കൂടുതലായിട്ടുള്ള ഏരിയയാണ് അതിന്റെ കോർ അല്ലെങ്കിൽ അതിന്റെ കാമ്പ് എന്ന് പറയുമല്ലേ? എത്രയാണ്? 15 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ് സണ്ണിന്റെ കോറിൽ, അതിന്റെ കാമ്പിൽ അനുഭവപ്പെടുന്ന ഏറ്റവും ചൂട് കൂടിയ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് സണ്ണിന്റെ സർഫസിലേക്ക് വരുമ്പോഴത്തേക്ക്, പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ചൂട് കുറഞ്ഞു വരുന്നു. ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയും. ഓക്കെ, ഒബിയസ്ലി എർത്തിലെ പോലെ തന്നെയാണ്. എർത്തിലും സർഫസിലേക്ക് വരുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറയുന്നു, പക്ഷെ ഉള്ളിലേക്ക് നല്ല ചൂടാണല്ലേ? ഈ സണ്ണിന്റെ പുറം ഭാഗത്തുള്ള ചൂടും എർത്തിന്റെ ഏറ്റവും ചൂട് കൂടിയ ഭാഗം നമ്മുടെ എർത്തിന്റെ കോറാണ്. അവിടെ രണ്ട് സ്ഥലത്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന ചൂട് എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം സെയിം ആണല്ലേ? എർത്തിന്റെ കോറിലും സണ്ണിന്റെ സർഫസിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏകദേശം എന്താണ്? സിമിലർ ആയിട്ട് വരുന്നുണ്ടല്ലേ? യെസ്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, സണ്ണിന്റെ അടുത്തായിട്ട് വരുന്ന മറ്റൊരു സ്റ്റാർ ഉണ്ട്. സണ്ണിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന, സണ്ണിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്രമാണ്, ഒരു സ്റ്റാർ ആണ് പ്രോക്സിമ സെന്റൗറി. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. സണ്ണിൽ നിന്നും 4 ലൈറ്റ് ഇയേഴ്സ് എവയാണ്, 4 പ്രകാശ വർഷം ദൂരെയോ അത്രമാത്രം ദൂരമേ എന്തുള്ളൂ ഒരു പ്രോക്സിമ സെന്റൗറി എന്ന് പറയുന്ന സ്റ്റാറിനുള്ളൂ. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സണ്ണിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റാർ. ഓക്കെ, പ്രോക്സിമ സെന്റൗറി ആണ്. ആൻഡ് നമ്മുടെ സോളാർ സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ 8 പ്ലാനറ്റുകളുണ്ട്, ഡ്വാർഫ് പ്ലാനറ്റുകളുണ്ട്, കോമറ്റുകളുണ്ട്, ആസ്ട്രോയിഡ്സ് ഉണ്ട്, മീറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ സ്റ്റാർ സണ്ണുണ്ട്. ഇതെല്ലാം കൂടി ചേർത്താൽ അതിന്റെ 99% കവർ ചെയ്യുന്നത് അല്ലെ? അതിന്റെ വോളിയത്തിലെ 99% കവർ ചെയ്യുന്നത് ആരാണ്? സണ്ണാണ്. അത്രയ്ക്കും വലുപ്പമുണ്ട് നമ്മുടെ സണ്ണിനെ, ഓർത്തു നോക്കാം. പക്ഷേ എന്താണ്? സൺ ഒരു ആവറേജ് സ്റ്റാർ ആണ്. ബാക്കി 1% മാത്രമേ എന്തുള്ളൂ നമ്മൾ ഈ പറയുന്ന പ്ലാനറ്റുകളും ഡ്വാർഫ് പ്ലാനറ്റുകളും കോമറ്റുകളും ഒക്കെ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, എഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സണ്ണിൽ നിന്നും സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 8 മിനിറ്റും 20 സെക്കൻഡും ആണ് കേട്ടോ. 8 minutes and 20 seconds ആണ് സണ്ണിൽ നിന്നും എർത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സണ്ണിന്റെ സ്ട്രക്ചർ ആണ്. ഇത് വളരെ ഈസി ആണ്. ഈ ഒരു പിക്ചർ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. തൊട്ടുമുന്നേ നമ്മൾ പറഞ്ഞു സണ്ണിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ കോറാണ്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ കോറിലാണ് റേഡിയേറ്റീവ് സോണും കൺവെൻഷൻ സോണും. എന്താണ് റേഡിയേറ്റീവ് സോൺ, എന്താണ് കൺവെൻഷൻ സോൺ, നമ്മൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് കോറില്
സണ്ണിന്റെ കോറിലാണ് റേഡിയേറ്റീവ് സോൺ ആൻഡ് കൺവെൻഷൻ സോൺ ഓർത്ത് നോക്കുക. ഓക്കെ, ആൻഡ് കോറിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു, എത്രയാണ് ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ആൻഡ് ഈ കോറ് കഴിഞ്ഞാൽ തൊട്ടു മുകളിലായിട്ടാണ് ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയർ ഓക്കെ, ഇത് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഈ ഫോട്ടോസ്ഫിയർ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെയാണ് സോളാർ ഫ്ലെയർസ് ഉണ്ടാവുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഫോട്ടോസ്ഫിയറിലാണ് സോളാർ ഫ്ലെയർസ് ഉണ്ടാവുക. എവിടെയാണ് സോളാർ ഫ്ലെയറുകൾ ഉണ്ടാവുന്നത് എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് സോളാർ ഫ്ലെയറുകൾ? ഫോട്ടോസ്ഫിയറിലാണ്. എന്താണ് സോളാർ ഫ്ലെയർ? സണ്ണിൽ ഉണ്ടാവുന്ന ഷോർട്ട് ബസ്റ്റ് ഓഫ് എനർജി, ചെറിയ പൊട്ടിത്തെറികളാണ് എന്ത്? യെസ്, ഊർജ്ജ സ്ഫോടനങ്ങളാണ്. ചെറിയ തരത്തിലുള്ള ഷോർട്ട് ബസ്റ്റ് ഓഫ് എനർജി ആണ് സോളാർ ഫ്ലെയർസ്. ഓർത്ത് വെക്കുക. ഇനി എന്താണ് സൺസ്പോട്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സൺസ്പോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ടെമ്പററി ഡാർക്ക് റീജിയൻ ആണ്. സണ്ണിലെ തന്നെ ടെമ്പററി ഡാർക്ക് റീജിയൻ ആണ്. ആ പോയിന്റ് കൂടി ഓർത്ത് വെക്കാലോ. ഇനി ഫോട്ടോസ്ഫിയർ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിച്ചത് കോറാണ്. കോറിന് തൊട്ടു മുകളിലായിട്ട് ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയർ കഴിഞ്ഞാൽ ക്രോമോസ്ഫിയർ. ഓക്കെ, ക്രോമോസ്ഫിയർ. ഫോട്ടോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് ക്രോമോസ്ഫിയർ. ഈ ക്രോമോസ്ഫിയറിലൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്? ചൂട് പതിയെ കുറഞ്ഞു വരികയാണ്. ദെൻ അവസാനം കൊറോണ. കൊറോണ എന്ന് പറയുന്നത് സണ്ണിന്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. എഗെയിൻ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൊറോണ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സണ്ണിന്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആണ്. റെഡി? ഇത്രയാണ് സണ്ണിന്റെ സ്ട്രക്ചർ. ആൻഡ് നമുക്കറിയാം സൺ എന്ന് പറയുന്നത് ഒബിയസ്ലി എല്ലാ സ്റ്റാറുകളും എന്താണ്? ഹ്യൂജ് ഗ്ലോയിങ് സ്ഫിയർ ഓഫ് ഹോട്ട് ഗ്യാസസ് ആണ്. അവിടെ ഉണ്ടാവുന്ന ഹോട്ട് ഗ്യാസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സണ്ണില്, യൂണിവേഴ്സില്, അല്ലെ നെബുലയിൽ, ഇതിലൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ള എലമെന്റ്, രണ്ടാമതായിട്ട് വരുന്ന എലമെന്റ്, ഇതൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഹോട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. about 70% എന്താണ്? ഹൈഡ്രജൻ ആണ്. അത് കഴിഞ്ഞ് about 28% എന്തുണ്ട്? ഹീലിയം ഉണ്ട്. ഹൈഡ്രജനും ഹീലിയമാണ് സണ്ണിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് ഓർത്തു വെക്കാം. അത് മാത്രമല്ല കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് വേറെ ഒരുപാട് നിയൺ, അയൺ, സിലിക്കൺ ഇതുപോലെയുള്ള എലമെന്റുകൾ എവിടെയുണ്ട്? സണ്ണിലുണ്ട്. ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സോളാർ എനർജി. എങ്ങനെയാണ് സോളാർ എനർജി സണ്ണിൽ ഉണ്ടാവുന്നത്? സണ്ണിലല്ല, ഏതൊരു സ്റ്റാർ ആയിക്കോട്ടെ, അവിടെ എനർജി റിലീസ് ആവുന്നത് അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോഴാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഒരു സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ പഠിക്കുമ്പോഴത്തേക്ക്. യെസ്, ആ ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഇത്രയും തിളച്ചു മറിയുന്ന അല്ലെങ്കിൽ ഇത്രയും ഗ്ലോ ചെയ്യുന്നത്, ലൈറ്റും ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ റിസൾട്ട് ആയിട്ടാണ്. അവിടെ എനർജി റിലീസ് ഉണ്ടാവുന്നത് കൊണ്ടാണല്ലേ. അപ്പൊ സോളാർ എനർജി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സണ്ണിൽ നിന്നും എനർജി റിലീസ് ആവുന്നത് അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നുണ്ടാണ്. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഭാഗമായിട്ടാണ് അവിടെ എനർജി റിലീസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി എന്താണ് പെരിഹീലിയൻ, എന്താണ് അപ്ഹീലിയൻ? പെരിഹീലിയൻ, അപ്ഹീലിയൻ സണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ടേമുകളാണ്. അതെന്താണെന്ന് പഠിക്കണം. നമ്മൾ പറഞ്ഞു സോളാർ സിസ്റ്റം, സണ്ണിനെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്ലാനറ്റുകൾ കറങ്ങുന്നുണ്ട് അല്ലെ. ഈ പ്ലാനറ്റുകളെല്ലാം ചില പോയിന്റില് അതിന്റെ ഓർബിറ്റില് സണ്ണിന് അടുത്ത് വരുന്ന പോയിന്റ് ഉണ്ട്, അകലെ വരുന്ന പോയിന്റ് ഉണ്ട്. ഇങ്ങനെ സണ്ണിന് ക്ലോസ് ആയിട്ട് വരുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിഹീലിയൻ എന്ന് പറയുന്നത്. ഓക്കെ, പെരിഹീലിയൻ. ഇനി ഏറ്റവും ദൂരെ വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല, ഒരു മാക്സിമം ഡിസ്റ്റൻസ്, ഫാർദസ്റ്റ് പോയിന്റ്, അതിന് അപ്ഹീലിയൻ എന്ന് പറയുന്നു. അപ്ഹീലിയൻ. ഇവിടെ അപ്പം മറ്റൊരു ടേം കൂടെ നമുക്ക് ഓർത്തു വെക്കാം. എഗെയിൻ എർത്തിലും മൂണിലും നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് പെരിജി, എന്താണ് അപ്പോജി? പെരിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിനെയും ആ പ്ലാനറ്റിനെയും മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എർത്തിനെയും അതിന്റെ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണിനെയും എടുക്കുകയാണ്. ഇവിടെ എർത്തും മൂണും ആണ് വരുന്നത്. എർത്തും മൂണും മാക്സിമം മിനിമം ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റുകൾ. ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് പെരിജി, ഏറ്റവും ദൂരെ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് അപ്പോജി. ഓർത്തു വെക്കാം. പെരിഹീലിയൻ, അപ്ഹീലിയൻ, പെരിജി ആൻഡ് അപ്പോജി. റെഡി? ഇനി നമ്മള് സോളാർ സിസ്റ്റത്തിലെ ആ ഒരു തലയെ പഠിച്ചു അല്ലെ, സണ്ണിനെ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് പ്ലാനറ്റുകളാണ്. പ്ലാനറ്റുകൾ പഠിക്കുന്ന സമയത്ത് ഇന്നർ പ്ലാനറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്, ഔട്ടർ പ്ലാനറ്റുകളും പഠിക്കാനുണ്ട്. ഇന്നർ പ്ലാനറ്റുകളും ഔട്ടർ പ്ലാനറ്റുകളും. ഇന്നർ പ്ലാനറ്റുകളെല്ലാം ചെറിയ പ്ലാനറ്റുകളാണ് കമ്പാരിറ്റീവ്ലി അല്ലെ. ഔട്ടർ പ്ലാനറ്റ്സിനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ചെറിയ പ്ലാനറ്റുകളാണ്, സൈസിൽ ചെറുതാണ്. അത് മാത്രമല്ല സണ്ണിന് അടുത്തായിട്ട് കിടക്കുന്ന പ്ലാനറ്റുകളാണ്. ഔട്ടർ പ്ലാനറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് സൈസ് വലുതാകുന്നു ആൻഡ് സണ്ണിൽ നിന്നും ഡിസ്റ്റൻസ് കൂടി വരുന്നു. യെസ്, അപ്പോ ഇന്നർ പ്ലാനറ്റ് ഏതൊക്കെയാണ്? ഇന്നർ പ്ലാനറ്റുകൾ സണ്ണിനടുത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. ഇവരൊക്കെ എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് ആണ്. റോക്കി പ്ലാനറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ഇനി
ജോവിയൻ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റുകൾ, ഇവരെ വിളിക്കുന്നത് ഗ്യാസ് ജയന്റ് പ്ലാനറ്റ്സ് എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇവരാണ് ജോവിയൻ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റ്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോകണം. ആദ്യത്തെ പ്ലാനറ്റ് മെർക്കുറി, സണ്ണിന് ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന മെർക്കുറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു റോക്കി പ്ലാനറ്റ് ആണ്, ഇന്നർ പ്ലാനറ്റ് ആണ്, ഒബിയസ്ലി റോക്കി ആയിരിക്കും അല്ലെ. ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ പ്ലാനറ്റ്, സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം ഏതാണ്? മെർക്കുറി ആണ്. അതായത് നമ്മളെ മൂണിനേക്കാളും ഇച്ചിരി കൂടെ വലിപ്പമുണ്ടെന്നേ ഉള്ളൂ, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ പ്ലാനറ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇതെന്തല്ല, ഹോട്ടസ്റ്റ് പ്ലാനറ്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് പറയാം. സണ്ണിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ് ആണ്, അപ്പൊ ഒബിയസ്ലി ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആയിരിക്കണം അല്ലെ. പക്ഷെ ഇവിടെ മെർക്കുറി എന്തല്ല, ഹോട്ടസ്റ്റ് പ്ലാനറ്റ് അല്ല. അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ, അത് പറയാം. മെർക്കുറിക്ക് എന്തില്ല, മെർക്കുറിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. പക്ഷെ അവിടെ എന്തൊക്കെയുണ്ട്, അതിന്റെ എക്സോസ്ഫിയറില് ഓക്സിജന്റെയും സോഡിയത്തിന്റെയും ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഒക്കെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, ഓർത്ത് നോക്കേണ്ട പോയിന്റ്, സ്മോളസ്റ്റ് പ്ലാനറ്റ് നൗ സോളാർ സിസ്റ്റം. ഓക്കെ, ഇനി മെർക്കുറി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. മെർക്കുറിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത്, അതിന്റെ ആക്സിസിൽ സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ 59 ദിവസമാണ്. 59 എർത്ത് ഡേയ്സ് ആണ്. ഇനി അവിടുത്തെ ഒരു വർഷമോ, അത് 88 എർത്ത് ഡേയ്സ് ആണ്. ഓക്കെ, ആൻഡ് എന്തില്ല, മെർക്കുറിക്ക് സാറ്റലൈറ്റുകളില്ല, മൂണൊന്നുമില്ല കേട്ടോ, മൂൺസ് ഒന്നുമില്ല. യെസ്, ഇനി അടുത്തതാണ് വീനസ്. വീനസിന്റെ പ്രത്യേകത ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ സോളാർ സിസ്റ്റം ആണ്. മെർക്കുറി അല്ല, വീനസ് ആണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ സോളാർ സിസ്റ്റം. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഒന്നാമത് സണ്ണിന്റെ അടുത്താണ്. അത് മാത്രമല്ല, മെർക്കുറി ആവാതെ വീനസ് ആവാൻ കാരണം, വീനസില് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു പ്ലാനറ്റിലുണ്ട്. എന്താണെന്നറിയോ? ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ക്ലൗഡ്സ് മെയ്ഡ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ഇതിനൊക്കെ പ്രസൻസ് കൂടുതലായതുകൊണ്ട് മെർക്കുറിയെക്കാളും എക്സ്ട്രാ ടെമ്പറേച്ചർ ഇവിടെ വരുന്നുണ്ട്, വീനസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീനസ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ സോളാർ സിസ്റ്റം ആവാൻ കാരണം. ആൻഡ് മെർക്കുറിയെ പോലെ വീനസിനും എന്തില്ല, മൂണില്ല, സാറ്റലൈറ്റുകളില്ല. പക്ഷേ വീനസിന് ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ള പ്ലാനറ്റുകൾ കറങ്ങുന്നത് പോലെയല്ല, വീനസ് അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കറങ്ങുന്നത്. ഇവൻ നമുക്ക് എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ് ഏത് ഡിറക്ഷനിലാണ് കറങ്ങുന്നത്? ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കറങ്ങുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇവിടെ സൂര്യൻ ഈസ്റ്റിൽ ഉദിക്കും, ഈസ്റ്റിലായിരിക്കും സൺറൈസ് ഉണ്ടാവുക, വെസ്റ്റിലായിരിക്കും സൺസെറ്റ് ഉണ്ടാവുക. ഇതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് എവിടെ നടക്കുന്നത്? വീനസിൽ നടക്കുന്നത്. എങ്ങനെയാണ്? വീനസിന്റെ കറക്കം എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്ലാനറ്റുകൾ, നമ്മൾ എർത്തിനെ പോലെയുള്ള പ്ലാനറ്റുകളുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അതായത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് ഇതിന്റെ കറക്കം വരുന്നത്, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക്. അതുകൊണ്ട് തന്നെ ഈസ്റ്റിൽ എന്തായിരിക്കും? പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കും, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കും, കിഴക്ക് സൂര്യൻ അസ്തമിക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ് വീനസിൽ നടക്കുന്നത്. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ബാക്കിയുള്ള പ്ലാനറ്റുകളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിന്റെ കറക്കം വരുന്നത്. ഓക്കെ, നമുക്ക് പറയാം ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ആരുടെ സ്പിന്നിങ്? വീനസിന്റെ സ്പിന്നിങ് വരുന്നത്. റെഡി? ആൻഡ് എർത്തിനെ പോലെ തന്നെ മൗണ്ടെയിൻസിന്റെ പ്രസൻസ് ഒക്കെ വീനസിലുണ്ട്, മൗണ്ടെയിൻസിന്റെയും വോൾക്കാനോസിന്റെയും. അതേപോലെ തന്നെ എർത്തിന്റെ ഏകദേശം സൈസ് ആണ്, സിമിലർ സൈസും മാസും ഒക്കെയാണ് ആർക്കും വരുന്നത്, വീനസിനും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വീനസിനെ എർത്തിന്റെ ട്വിൻ എന്ന് വിളിക്കാറുണ്ട്. അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. കിഴക്ക് സൂര്യൻ അസ്തമിക്കുകയും പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയും, അല്ലെങ്കിൽ സാധാരണ പ്ലാനറ്റുകളുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കറങ്ങുന്ന പ്ലാനറ്റ് വീനസ് ആണ്. ഓക്കെ, അതേപോലെ എർത്തിന്റെ ട്വിൻ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, റെഡി? ഇനി വീനസിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു വർഷത്തിനടുത്തായിട്ട് വരും. 243 ദിവസമാണ് കേട്ടോ. 243 എർത്ത് ഡേയ്സ് ആണ്. ഓക്കെ, യെസ്. ആൻഡ് വീനസിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സൺ എവിടെയാണ്? സൺ വെസ്റ്റിലാണ് ഉദിക്കുന്നത്, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നു, കിഴക്ക് സൂര്യൻ അസ്തമിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഇതേപോലെ ഒരു പ്ലാനറ്റ് കൂടെ ഉണ്ടാവും, നമുക്ക് പറയാം. ഇതേ ഒരു ഡിറക്ഷനിൽ കറങ്ങുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്, ഇതേ കാര്യങ്ങൾ നടക്കുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്, നമുക്കത് പറയാം. ഇനി വീനസിന്റെ കുറച്ച്
പേരുകളുണ്ട്, നിക് നെയിംസ് പോലെ നമ്മൾ കൊടുക്കൂലേ, യെസ്, അതുപോലെ കുറച്ച് പേരുകളുണ്ട്. ലൂസിഫർ എന്നറിയപ്പെടാറുണ്ട്, ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നുണ്ട്, മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പേരുകളിൽ വീനസ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എർത്തില് രാത്രി നോക്കിക്കഴിഞ്ഞാല് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റിയ പ്ലാനറ്റ് എന്ന് പറയുന്നത് വീനസ് ആണ്. സോ നമുക്ക് പറയാം വീനസ് ഇസ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് സീൻ ഫ്രം ദ എർത്ത്. അതും കൂടി ഓർത്ത് വെക്കണം. അത് മറ്റൊരു ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. RRB പോലെയുള്ള എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഈ ലൂസിഫർ ആണെങ്കിലും ഈവനിങ് സ്റ്റാർ ആണെങ്കിലും മോർണിംഗ് സ്റ്റാർ ആണെങ്കിലും ഇത്തരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീനസ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ എർത്ത് ആണ്. എർത്ത് നമുക്കറിയാം, എർത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കാറുണ്ടല്ലേ. എർത്ത് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടാറുണ്ട്. ബ്ലൂ പ്ലാനറ്റ്, എന്തുകൊണ്ടാണ് എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്? എബോവ് 70% എന്താണ്? വാട്ടർ ആണല്ലേ, ഓഷ്യൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെയാണ് ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് മൂണുണ്ട്, നമുക്ക് ഒരു മൂണുണ്ട്. നമ്മുടെ സാറ്റലൈറ്റ് ആണ് മൂൺ, നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. ആൻഡ് ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, സോളാർ സിസ്റ്റത്തില് ഒരൊറ്റ മൂണുള്ള ഒരേ ഒരു പ്ലാനറ്റ് ആണ് എർത്ത്. ഓക്കെ, റെഡി? യെസ്. ആൻഡ് സൂര്യനിൽ നിന്നും എത്രാമതാണ് നമ്മുടെ പൊസിഷൻ? 3-ാമതാണ്, 3rd ആണ്. ആൻഡ് എർത്ത് ഒരു ഇന്നർ പ്ലാനറ്റ് ആണല്ലേ. എർത്ത് ഒരു ഇന്നർ പ്ലാനറ്റ് ആണ്. ഓക്കെ, ഇനി അവസാനത്തെ ഇന്നർ പ്ലാനറ്റ് ആണ് മാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ആസ്ട്രോയിഡ് ബെൽറ്റ് വരുന്നുണ്ട്, അതിനുശേഷമാണ് ജോവിയൻ പ്ലാനറ്റുകൾ വരുന്നത്. മാസിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ എർത്തിലെ പോലെ തന്നെ അവിടെ എന്തുണ്ട്? ക്ലൗഡും വിൻഡും ഒക്കെ ഉണ്ട്. അവിടെ ഉള്ളത് പൊടിക്കാറ്റാണ്. ഓക്കെ, ഈ പൊടിക്കാറ്റുകൾ അതായത് ചുവന്ന പൊടിപടലങ്ങളാണ്. റെഡ് ഡസ്റ്റ് ആണ് ഉണ്ടാവുക. കാരണം റസ്റ്റി അയണിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് റെഡ് ഡസ്റ്റ് ഉണ്ടാവുന്നത്. ഈ പൊടിക്കാറ്റുകൾ കുറച്ച് കഴിഞ്ഞ് എന്താവുന്നുണ്ട്? കൊടുങ്കാറ്റുകളായിട്ട് മാറുന്നുണ്ട്, ഡസ്റ്റ് സ്റ്റോം ആയിട്ട് മാറുന്നുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോംസിനെയാണ് നമ്മൾ ഡസ്റ്റ് ഡെവിൾസ് എന്ന് വിളിക്കുന്നത്. ഡസ്റ്റ് ഡെവിൾസ്, മാസിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഡസ്റ്റ് സ്റ്റോമിനെയാണ് ഡസ്റ്റ് ഡെവിൾസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് മാസ് എന്താണ്? ഇറ്റ്സ് എ കോൾഡ് ഡെസേർട്ട് വേൾഡ്. എന്തുകൊണ്ടാണ് കോൾഡ് ഡെസേർട്ട് വേൾഡ് എന്ന് വിളിക്കുന്നത്? ഡെസേർട്ട് വേൾഡ് എന്ന് വിളിക്കാൻ കാരണം ആ ഒരു ഡസ്റ്റിന്റെ ഒക്കെ പ്രസൻസ് കൊണ്ടാണ്. ആൻഡ് കോൾഡ് ഡെസേർട്ട് എന്തുകൊണ്ടാണ്? ഇവിടെ സണ്ണിൽ നിന്നും ഡിസ്റ്റൻസ് കൂടി. ഓക്കെ, എർത്തിൽ നിന്നും പിന്നെയും ഡിസ്റ്റൻസിലാണ് ആര് വരുന്നത്? മാസ് വരുന്നത്. അപ്പോഴത്തേക്കും സണ്ണിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറയുന്നു. അപ്പൊ അതിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യാണ്? തണുത്തു പോവാണ്. ഏകദേശം -85 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ -65°C ആയിട്ട് അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? കുറയാണ്. ഓക്കെ, ആൻഡ് അടുത്തൊരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. നമ്മൾ പറഞ്ഞു സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം മെർക്കുറി ആയിരുന്നു. ആൻഡ് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡ് സ്മോളസ്റ്റ് പ്ലാനറ്റ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ 2-ാമത്തെ പ്ലാനറ്റ് എന്ന് പറയുന്നത് മാസ് ആണ്. ഓക്കെ, മാർസിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ പ്ലാനറ്റ്, ബ്ലൂ പ്ലാനറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ റെഡ് പ്ലാനറ്റ് ആരാണ്? മാസ് ആണ്. ഓക്കെ, യെസ്. ഇനി മാർസിലെ ഒളിമ്പസ് മോൺസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒളിമ്പസ് മോൺസ് എന്താണ്? സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ വോൾക്കാനോ ആണ് ഒളിമ്പസ് മോൺസ്. ഓർത്തു വെക്കണം, ഒരു ഷീൽഡ് വോൾക്കാനോ ആണ് ഒളിമ്പസ് മോൺസ്. ഓർത്തു വെക്കുക. ആൻഡ് എർത്തിലെ പോലെ തന്നെ മാസിലെ ഒന്നുണ്ട് സീസൺസും പോളാർ ഐസ് ക്യാപ്സും വോൾക്കാനോസും കാനിയോൺസും ഒക്കെ ഉണ്ട്. ഓക്കെ, ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ആൻഡ് അവിടെ ഏറ്റവും കൂടുതലുള്ള മാസിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെയാണ് നൈട്രജനും ആർഗണും ഒക്കെ വരുന്നത്. ഓക്സിജൻ ഒക്കെ വളരെ കുറവാണ്. അത് മാത്രമല്ല, മാസിലെ പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. എർത്തിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാസിലെ എയർ, മാർഷ്യൻ എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ? യെസ്. അതേപോലെ തന്നെ മംഗൾയാൻ ഓർക്കുന്നുണ്ടോ? 2014 നമ്മൾ വിക്ഷേപിച്ചതായിരുന്നു മംഗൾയാൻ, മാസിനെ പറ്റി പഠിക്കാനല്ലേ. ഇത്തരത്തിലുള്ള പഠനങ്ങളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാസില് ആൻഷ്യന്റ് ഫ്ലഡ്, മുന്നേ ഫ്ലഡുകൾ നടന്നതിന്റെ തെളിവുകൾ, എവിഡൻസസ് എന്ത് ചെയ്തിട്ടുണ്ട്? കളക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ലിക്വിഡ് സോൾട്ടി വാട്ടർ ഉണ്ടായിരുന്നു അല്ലെ, വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, ഫ്ലഡ് നടന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെളിവുകൾ, ഡീറ്റെയിൽസ്, എവിഡൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ഓർബിറ്റർ മിഷൻസിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മംഗൾയാൻ 2014 ഓർത്തു വെക്കണം. റെഡി? ഇനി മാസ് കഴിഞ്ഞാൽ ആസ്റ്ററോയിഡ് ബെൽറ്റ് വരുന്നുണ്ട്. എന്താണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് നമുക്ക് പറയാം. ആസ്റ്ററോയിഡ് ബെൽറ്റിന് ശേഷം ജൂപ്പിറ്റർ ആണ്. 5-ാമത്തെ പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ള പ്ലാനറ്റുകൾ എല്ലാം നമ്മൾ വിളിക്കുന്നത് ജോവിയൻ പ്ലാനറ്റ് എന്നാണ്. ജൂപ്പിറ്റർ ലൈക്ക് പ്ലാനറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ജോവിയൻ വിച്ച് മീൻസ് ജൂപ്പിറ്റർ ലൈക്ക് പ്ലാനറ്റ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നു ഔട്ടർ പ്ലാനറ്റുകൾ അല്ലേ.
ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് സണ്ണിൽ നിന്നും ദൂരത്താണ് കിടക്കുന്നത്. അത് മാത്രമല്ല വലിയ പ്ലാനറ്റുകളുമാണ്. ഇവൻ ജൂപ്പിറ്ററിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററിന് എന്ത് കാണാം? ജൂപ്പിറ്ററിന് ആക്ച്വലി റിങ്സ് ഉണ്ട്, വളയങ്ങളുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്ന വളയങ്ങൾ എന്ന് പറയുന്നത് സാറ്റേണിന്റെ ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. ഓക്കെ, ജൂപ്പിറ്ററിൽ എന്തുണ്ട്? വളയങ്ങൾ മാത്രമല്ല, ഗ്രേറ്റ് റെഡ് സ്പോട്ടുകൾ ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ജയന്റ്, ഒരു വൈൽഡ് സ്റ്റോം ആണ് ഇത്തരത്തിലുള്ള റെഡ് സ്പോട്ടിന് കാരണം കേട്ടോ. ജൂപ്പിറ്ററിലാണ് റെഡ് സ്പോട്ടുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഗ്രേറ്റ് റെഡ് സ്പോട്ടുകൾ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെറിയ പ്ലാനറ്റുകൾ, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ പ്ലാനറ്റുകൾ, രണ്ടാമത് ചെറിയ പ്ലാനറ്റുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ ആണ് ഏറ്റവും വലിയ പ്ലാനറ്റ്. അതിന് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനും ഹീലിയവും ആണ്. ഏറ്റവും കൂടുതലുള്ള ഗ്യാസസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയവും ആണ്. ആൻഡ് ജൂപ്പിറ്ററിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ തിക്കാണ്. തിക്ക് അറ്റ്മോസ്ഫിയർ, കട്ടിയുള്ള അന്തരീക്ഷമാണ് ജൂപ്പിറ്ററിൽ നമുക്ക് കാണാൻ പറ്റുക. ജൂപ്പിറ്ററിനും എന്തുണ്ട്? ജൂപ്പിറ്ററിന് മാത്രമല്ല എല്ലാ ജോവിയൻ പ്ലാനറ്റുകൾക്കും, ജൂപ്പിറ്റർ ആയിക്കോട്ടെ, സാറ്റേൺ ആയിക്കോട്ടെ, യുറാനസ് ആയിക്കോട്ടെ, നെപ്റ്റ്യൂൺ ആയിക്കോട്ടെ, ഈ 4 പേർക്കും വളയങ്ങളുണ്ട്, റിങ്സ് ഉണ്ട്. പക്ഷെ സാറ്റേണിന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം എന്താണ്? ഇറ്റ്സ് വെരി ഹാർഡ് ടു സീ. ഓക്കെ, കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആൻഡ് ജൂപ്പിറ്ററിലെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറഞ്ഞു. മാസത്തെപ്പത്തേക്കും എന്ത് ചെയ്തു? നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ കുറയും. കുറഞ്ഞു 110 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പ് കൂടി വരുന്നത് കൊണ്ട് തന്നെ വിന്റർ പ്ലാനറ്റ് എന്ന് ആരെ വിളിക്കുന്നുണ്ട്? ജൂപ്പിറ്ററിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, വിന്റർ പ്ലാനറ്റ് എന്ന് ജൂപ്പിറ്ററിനെ വിളിക്കുന്നുണ്ട്. റെഡി? ഇനി ജൂപ്പിറ്ററിലെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വെറും 10 മണിക്കൂറാണ് കേട്ടോ. അവിടുത്തെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 10 മണിക്കൂറാണ്. പക്ഷേ ഒരു തവണ സണ്ണിന് ചുറ്റും കറങ്ങി വരണമെങ്കിൽ എത്ര സമയം എടുക്കുന്നറിയോ? നമ്മുടെ 11, ഏകദേശം 12 വർഷത്തിന്റെ അടുത്തായിട്ട് വരും. 11.8 എർത്ത് ഇയേഴ്സ് ആണ് ഒരു റൊട്ടേഷന് ജൂപ്പിറ്റർ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ആൻഡ് ജൂപ്പിറ്ററിന് 95 ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് മൂൺസ് ഉണ്ട്. 95 മൂൺസ് ഉണ്ട് കേട്ടോ. യെസ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂണുകൾ പേരാണ്, ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്പൊക്കെ ഏത് പ്ലാനറ്റിന്റെ മൂണാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മുന്നേ ചോദിച്ചിട്ടുണ്ട്. ചാനിമേഡ് ചോദിച്ചിട്ടുണ്ട്. ഈ പേരുകളൊക്കെ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. യൂറോപ്പ, ചാനിമേഡ്, കാലിസ്റ്റോ, ഇതൊക്കെ ജൂപ്പിറ്ററിന്റെ മൂൺസ് ആണ്. ഓക്കെ, ആൻഡ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ മൂണാണ് ജാനിമേഡ്. ആൻഡ് അതെന്ന് പറയുന്നത് പ്ലാനറ്റ് ജൂപ്പിറ്ററിന്റെ മൂണാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജൂപ്പിറ്ററിൽ എന്ത് ചെയ്യാനുള്ളത്? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത ജോവിയൻ പ്ലാനറ്റ് ആയിട്ടുള്ള, അടുത്ത ഔട്ടർ പ്ലാനറ്റ് ആയിട്ടുള്ള സാറ്റേണിലേക്കാണ്. ക്രിസ്റ്റ്യൻ ഹീഗിൻസ്, ഡച്ച് ആസ്ട്രോണമർ ആയിട്ടുള്ള ക്രിസ്റ്റ്യൻ ഹീഗിൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? 1655 ഈ ഒരു സാറ്റേണിന്റെ റിങ്ങുകൾ അല്ലേ, നമുക്കറിയാം സാറ്റേൺ അതിന്റെ റിങ്സിന് ഫേമസ് ആണ്. ഈ ഒരു പ്ലാനറ്റിനാണ് നമ്മൾ വളയങ്ങൾ ഉണ്ടെന്ന് പറയാം, അതിന് ഫേമസ് ആണ്. ഇത്തരത്തിലുള്ള റിങ്ങുകൾ, ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊമിനന്റ് റിങ്സ് ഒക്കെ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ റിങ്സിനെ പറ്റി പറയുന്ന സമയത്ത് സാറ്റേണിന് മാത്രമാണോ റിങ്സ് ഉള്ളത്? അല്ല, എല്ലാ ജോവിയൻ പ്ലാനറ്റുകളും, ജൂപ്പിറ്ററിനും സാറ്റേണിനും യുറാനസിനും നെപ്റ്റ്യൂണിനും എന്തുണ്ട്? റിങ്സ് ഉണ്ട്. നമ്മൾ ഇതിന് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു അല്ലേ. ഇതിന് ഇറ്റ്സ് വെരി ഹാർഡ്. നമുക്ക് നോക്കിയാൽ അങ്ങനെ അങ്ങനെ പിക്ചേഴ്സിലൊന്നും അത്ര വിസിബിൾ അല്ല, ഫെയിൻ റിങ്സ് ആണ്. പക്ഷെ ഈവൻ സാറ്റേണിന്റെ റിങ്സ് തന്നെ, അതിന്റെ റിനൗണ്ട് റിങ്സ് ഒക്കെ എന്ത് ചെയ്യും? ഈ ഒരു വർഷത്തിന്റെ അവസാനത്തോടെ ആവുമ്പോഴത്തേക്ക് അത് ഇൻവിസിബിൾ ആവും. ഇൻവിസിബിൾ ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ കാഴ്ചയിൽ നിന്ന് ഡിസപ്പിയർ ആവും. അതവിടെ ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണാൻ എന്ത് ചെയ്യില്ല, അത്ര നന്നായിട്ട് പറ്റില്ല. അത് ഡിസപ്പിയർ ആയി പോകുമെന്നാണ് 2025 അവസാനത്തോട്, ഏകദേശം ഈ ഒരു വർഷം കഴിയാറാവുമ്പോഴത്തേക്ക് അത് ഡിസപ്പിയർ ആവും എന്നാണ് ഫിസിസിസ്റ്റുകളൊക്കെ പറയുന്നത്. ഓക്കെ, ആൻഡ് സാറ്റേണിന്റെയും ഒരു തിക്ക് അറ്റ്മോസ്ഫിയർ ആണ്. അവിടെയും ഏറ്റവും കൂടുതൽ ഹൈഡ്രജനും ഹീലിയവുമാണ്. സാറ്റേണിലെ ഒരു ദിവസം ജൂപ്പിറ്ററിനെക്കാളും ഇച്ചിരി ഒരു കൂടുതലാണ്, 10.7 മണിക്കൂറാണ്. ആൻഡ് അവിടുത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടത്തെ 29 വർഷമാണ്, 29 എർത്ത് ഇയേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് സാറ്റേണിന്റെ നമ്പർ ഓഫ് മൂൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ മൂണുകളുള്ള പ്ലാനറ്റ് ആണ് സാറ്റേൺ. 146 മൂണാണ് സാറ്റേൺ ഉള്ളത്. ഓക്കെ, അതിൽ ഏറ്റവും വലിയ മൂണാണ് ടൈറ്റൻ. സാറ്റേണിന്റെ ഏറ്റവും വലിയ മൂണാണ് ടൈറ്റൻ. ആൻഡ് പാൻഡോറ, മൈമാസ് പോലെയുള്ള ഇഷ്ടംപോലെ മൂണുകളുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയി ടൈറ്റന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി യുറാനസ് ആണ്. യുറാനസിനും നെപ്റ്റ്യൂണിന് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, എല്ലാവർക്കും റിങ്സ് ഉണ്ട്, അത് നമ്മൾ ആദ്യം പറഞ്ഞു. ആൻഡ് ഇവർ രണ്ടുപേരും നീല കളറിലാണ് കാണാൻ പറ്റുക. അതിനൊരു കാര്യമുണ്ട്, എന്താണെന്ന് പറയാം. അതിന് തൊട്ട് മുന്നേ ആരാണ് യുറാനസ് കണ്ടുപിടിച്ചത്? ജർമ്മൻ ബ്രിട്ടീഷ് ആസ്ട്രോണമർ ആയിട്ടുള്ള വില്യം ഹേർഷൽ ആണ് കേട്ടെ. യെസ്, വില്യം
ഹേർഷൽ ആണ് യുറാനസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ചെറിയ റിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, അതിനെപ്പറ്റി പറയാം. ഓക്കെ, അതിന്റെ മുന്നേ ആയിട്ട് ഇതിന്റെ കളർ ഒരു ഗ്രീനിഷ് ബ്ലൂ ആണല്ലേ, ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണ് യുറാനസിന്റേത്. എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, ഇവിടെ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്. ദെൻ മീഥെയിന്റെ പ്രസൻസ് കൂടിയ പ്ലാനറ്റുകളാണ് യുറാനസ് ആയിക്കോട്ടെ നെപ്റ്റ്യൂൺ. ഈ രണ്ട് പ്ലാനറ്റുകളിലും മീഥെയിന്റെ പ്രസൻസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, അമോണിയ ഫ്ലൂയിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്ലാനറ്റിൽ നമുക്ക് കാണാൻ പറ്റും. മീഥെയിന്റെ പ്രസൻസ് കൂടിയത് കൊണ്ടാണ് ഇതിനൊരു ബ്ലൂ കളർ കാണാൻ കാരണം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ആൻഡ് മറ്റ് പ്ലാനറ്റുകളെ പോലെ തന്നെ, ജോവിയൻ പ്ലാനറ്റുകളെ പോലെ തന്നെ ഹൈഡ്രജനും ഹീലിയവും ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഓക്കെ, യുറാനസിനും എന്തുണ്ട്, റിങ്സ് ഉണ്ട്. പക്ഷെ ഫെയിൻ റിങ്സ് ആണ് അല്ലെ, വെരി ഹാർഡ് ടു സീ. തൊട്ടു മുന്നേ നമ്മൾ ആദ്യം പഠിച്ച ഇന്നർ പ്ലാനറ്റ് വീനസിന്റെ സെയിം ഡിറക്ഷനിലാണ് ആരും റൊട്ടേറ്റ് ചെയ്യുന്നത്, യുറാനസും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണല്ലേ, അതായത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്. ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ഇതിന്റെ റൊട്ടേഷൻ വരുന്നത്, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. പക്ഷേ എങ്ങനെയാണ് കറങ്ങുന്നത്? സാധാരണ പ്ലാനറ്റുകളൊക്കെ കുറച്ചൊരു ചെരിവുണ്ടാവും, ചെറിയൊരു ആക്സിയൽ ടിൽറ്റ് ഉണ്ട്. അമർത്തിനൊക്കെ എന്തുണ്ട്, ചെറിയൊരു ടിൽറ്റ് ഉണ്ട്, ചെറിയൊരു ചെരിവുണ്ട്. പക്ഷെ യുറാനസിന്റെ ചെരിവ് എന്ന് പറയുന്നത് കുറച്ച് കൂടിപ്പോയി. ഇങ്ങനെയാണ് യുറാനസിന്റെ കറക്കം, അതിന്റെ സൈഡിലാണ് അതിന്റെ കറക്കം, നേരെയല്ല, സൈഡ് വൈസ് ആയിട്ടാണ് ആര് സ്പിൻ ചെയ്യുന്നത്, യുറാനസ് കറങ്ങുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. യുറാനസും വീനസും ഒരേ ഡിറക്ഷനിലാണ് കറങ്ങുന്നത്, ബാക്കി എല്ലാവരും സെയിം ഡിറക്ഷനിലാണ് കേട്ടോ. യുറാനസും വീനസും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സ്പിൻ ചെയ്യുക, ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി യുറാനസിലെ ഒരു ദിവസം 17 മണിക്കൂറാണ്, ഒരു വർഷം നമ്മുടെ 84 വർഷമാണ്. യുറാനസിന് ഇതുവരെ 28 മൂണുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മൂൺസിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡി? ഇനി നെപ്റ്റ്യൂൺ ആണ് അവസാനത്തെ ജോവിയൻ പ്ലാനറ്റ്, ഔട്ടർ പ്ലാനറ്റ്. സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരത്തായിട്ട് കിടക്കുന്ന, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ അല്ലെ സണ്ണിൽ നിന്നും ഏറ്റവും ഫാറസ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ വെച്ച് ആദ്യമായിട്ട് കണ്ടുപിടിച്ച പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. ഇതും ഒരു ബ്ലൂ കളറാണ്, കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് ആണല്ലേ ബ്ലൂവിന്റെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്തുകൊണ്ടാണ്? സെയിം റീസൺ, മീഥെയിന്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നെപ്റ്റ്യൂണിന്റെ ആദ്യമായിട്ട് കണ്ടത്, തൊട്ട് മുന്നേ ഇങ്ങനത്തെ ഒരു പ്ലാനറ്റ് ഉണ്ടെന്ന് പ്രഡിക്ഷൻസ് ഒക്കെ ആരാ നടത്തിയിട്ടുണ്ട്? ജോൺ കൗച്ച് ആഡംസും ഉർബൈൻലെ വേരർ പോലെയുള്ള ഫിസിസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാനറ്റിനെ ആദ്യമായിട്ട് കണ്ടത് ആരാണ്? ജോഹാൻ ഗോട്ട്ഫ്രീഡ് ഗല്ലെയാണ്. ഓക്കെ, ആൻഡ് നെപ്റ്റ്യൂണിന് എന്തുണ്ട്? നെപ്റ്റ്യൂണിനും വളയങ്ങളുണ്ട്, റിങ്സ് ഉണ്ട്, പക്ഷെ എന്തില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് സോളാർ സിസ്റ്റത്തിലെ അവസാനത്തെ പ്ലാനറ്റ് ആണ്. യുറാനസിനെ പോലെ തന്നെ ഫീച്ചേഴ്സ് ആണ് നെപ്റ്റ്യൂണിനും വരുന്നത്. ഇവിടെയും എന്തുണ്ട്? ഹൈഡ്രജനും ഹീലിയം ഉണ്ട്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി മീഥെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ബ്ലൂ കളർ വരുന്നത് കേട്ടോ. യെസ്, ആൻഡ് നെപ്റ്റ്യൂണിന് എന്തുണ്ട്? നെപ്റ്റ്യൂണിനും റൊട്ടേഷനും റെവല്യൂഷനും ഉണ്ട്. നെപ്റ്റ്യൂണിലെ ഒരു ദിവസം എന്ന് പറയുന്നത്, റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 16 മണിക്കൂറാണ്. വെറാസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ 165 വർഷമാണ്. നെപ്റ്റ്യൂണിനുണ്ട് മൂൺസ്, 16 മൂണുകൾ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂണാണ് ട്രിപ്റ്റോൺ. മുന്നേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ട്രിപ്റ്റോൺ. ഓക്കെ, ട്രിപ്റ്റോൺ എന്ന് പറയുന്ന മൂൺ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് നെപ്റ്റ്യൂൺ ആയിക്കോട്ടെ യുറാനസ് ആയിക്കോട്ടെ, രണ്ടു പേർക്കും ഒരു ഇരട്ട പേരുണ്ട്, ഐസ് ജയൻസ് എന്നാണ് ഈ രണ്ട് പ്ലാനറ്റുകളെയും വിളിക്കുന്നത്. ഒന്നാമത് തണുത്തുറഞ്ഞു കിടക്കാണ്. എന്താണെന്നറിയോ? സൂര്യനിൽ നിന്നും അത്രയും ഡിസ്റ്റൻസിലല്ലേ കിടക്കുന്നത് അല്ലെ, അപ്പൊ അതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു, അതിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അത്രയും തണുത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും വിളിക്കുന്നത് ഐസ് ജയൻസ് എന്നാണ്, ഓർത്തു വെക്കണം, ചോദിച്ചിട്ടുണ്ട് ഐസ് ജയൻസ്. ഓക്കെ, ഇനി പ്ലൂട്ടോയിലേക്ക് നമ്മൾ പോവാണ്. പ്ലൂട്ടോ അല്ലെ, ബി ലൈക്ക് പ്ലൂട്ടോ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ബി ലൈക്ക് പ്ലൂട്ടോ എന്ന് പറയാറ്? എന്ത് വന്നു കഴിഞ്ഞാലും അല്ലെ, നമ്മൾ എന്തായിരിക്കണം, മറ്റേ സെൽഫ് ലവിനെയും ഒരു സെൽഫ് കോൺഫിഡൻസിനെ ഒക്കെ പറ്റി പറയുമ്പോൾ ബി ലൈക്ക് പ്ലൂട്ടോ എന്ന് പറയാറുണ്ട്. 2006 വരെ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിരുന്നു. 2006 ശേഷം പ്ലൂട്ടോയെ ഔട്ടാക്കി, ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആക്കിയിട്ട് ആ സ്റ്റേറ്റസ് മാറ്റിക്കളഞ്ഞു. പക്ഷെ പ്ലൂട്ടോയ്ക്ക് ഇതൊന്നും അറിയില്ല. പ്ലൂട്ടോ അന്ന് എന്താണോ ചെയ്തിരുന്നത് ഇന്നും അത് തന്നെ വളരെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പർ ഇതൊന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ബി ലൈക്ക് പ്ലൂട്ടോ എന്നൊക്കെ നമ്മൾ കുറച്ച് അല്ലെ സ്ലാങ്ങിൽ നമ്മൾ പറയാറുണ്ട്. സോ പ്ലൂട്ടോയെ നമുക്ക് പഠിക്കാനുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പ്ലൂട്ടോയെ കണ്ടുപിടിച്ചത് ക്ലെയ്ഡ് ടോംബോഗ് ആണ്, 1931 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ്. 2006 മുന്നേ വരെ അതൊരു പ്ലാനറ്റ് ആയിരുന്നു. പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിരുന്നു. പക്ഷെ 2006 ശേഷം പ്ലൂട്ടോ എന്തായി? ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഡിക്ലെയർ ചെയ്തു, IAU. എന്തുകൊണ്ടായിരുന്നു? ഒരു പ്ലാനറ്റ് ആകണമെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ അല്ലെ, അതിന്റെ ഓർബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്?
ഷെയർ ചെയ്യുന്നുണ്ട്, മറ്റ് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് സെലസ്റ്റിയൽ ബോഡീസ് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലൂട്ടോയെ ഒരു പ്ലാനറ്റ് എന്നുള്ള സ്റ്റേറ്റസ് മാറ്റി ഡ്വാർഫ് പ്ലാനറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തു, മാറ്റി. വർഷം ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 2006 കേട്ടോ, 2006. ആൻഡ് പ്ലൂട്ടോയുടെ ലൊക്കേഷൻ ചോദിക്കാറുണ്ട്. പ്ലൂട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്ലൂട്ടോയുടെ ലൊക്കേഷൻ എപ്പോഴും തെറ്റിക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുള്ളതാണ്. ആസ്ട്രോയിഡ് ബെൽറ്റ് ആണോ, ക്യൂപ്പർ ബെൽറ്റ് ആണോ? പ്ലൂട്ടോയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓർത്തു വെക്കുക, ക്യൂപ്പർ ബെൽറ്റിലാണ് പ്ലൂട്ടോയുടെ ലൊക്കേഷൻ. ക്യൂപ്പർ ബെൽറ്റിലാണ്. ഓക്കെ, യെസ്. ആൻഡ് പ്ലൂട്ടോക്ക് എന്തുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് 5 മൂണുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ മൂണാണ് ചാരോൺ. ഏറ്റവും വലിയ മൂണാണ് ചാരോൺ. ആൻഡ് പ്ലൂട്ടോയുടെ റൊട്ടേഷൻ വരുന്നത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലൂട്ടോയിൽ പഠിക്കാനുള്ളത്. ഇനി കോമറ്റുകൾ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്കറിയാം കോമറ്റുകൾ ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് അല്ലേ. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് തിളക്കം ഉണ്ടാവും അല്ലേ. എന്താ തിളങ്ങാൻ കാരണം? സണ്ണിന്റെ അടുത്തേക്ക് ചേർന്ന് വരുമ്പോഴാണ് ഇതിന്റെ തിളക്കമൊക്കെ ഉണ്ടാവുന്നതിന്റെ റീസൺ പറയാം. അപ്പൊ എന്താണ് കോമറ്റുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കോമറ്റുകൾ എന്ന് പറയുന്നത് സെലസ്റ്റിയൽ ബോഡീസ് ആണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഐസ്, ഡസ്റ്റ് ആൻഡ് റോക്കി മെറ്റീരിയൽ. ഇതിനെ വിളിക്കാറ് ഡേർട്ടി സ്നോബോൾസ് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. ഡേർട്ടി സ്നോബോൾസ് എന്ന് വിളിക്കുന്നത് കോമറ്റിനെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻഡ് മറ്റൊരു ചോദ്യം കൂടെയാണ് കോമറ്റ്, അതിന്റെ മീനിങ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലോങ് ഹെഡ് സ്റ്റാർ ആണ്. അത് ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഈ ഒരു മീനിങ് കിട്ടിയിട്ടുള്ളത്? ലാറ്റിൻ ആണോ, ഗ്രീക്ക് ആണോ ചോദിക്കാറുണ്ട്. ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. ഓക്കെ, അതിന്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുക. ലോങ് ഹെഡ് സ്റ്റാർ എന്നാണ് ഒരു കോമറ്റിന്റെ മീനിങ് വരുന്നത്. ആൻഡ് കോമറ്റിന്റെ ടെയിൽ എപ്പോഴും, കോമറ്റിന് ഒരുപാട് പാർട്സ് ഉണ്ട്, 3 പാർട്ട് ഉണ്ട്, ഇമ്പോർട്ടന്റ് പാർട്സ് ഉണ്ട്. അതിന്റെ ടെയിൽ എപ്പോഴും വാലുണ്ടാവുമല്ലോ, അത് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് സണ്ണിൽ നിന്ന് ദൂരേക്കായിരിക്കും. ഓക്കെ, ഇറ്റ് ഓൾവേസ് പോയിന്റ്സ് എവേ ഫ്രം ദ സൺ. അപ്പൊ കോമറ്റിന്റെ പാർട്സ് എന്തൊക്കെയാണ്? കോമറ്റിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. കോമറ്റ് ആണ് കേട്ടോ, കോമറ്റിന്റെ ഒരു പിക്ചർ ആണ്. അതിന്റെ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സോളിഡ് കോർ ആണ്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഐസും ഡസ്റ്റും ഒക്കെ ഉണ്ടാവുക. ഓക്കെ, അതിന് ചുറ്റും എന്തുണ്ട്? ഒരു അറ്റ്മോസ്ഫിയർ പോലെയുണ്ട്. ക്ലൗഡ് ഓഫ് ഗ്യാസ് ഉണ്ട്. ക്ലൗഡ് ഓഫ് ഗ്യാസ്, ഡസ്റ്റ് ഒക്കെ ഉണ്ട് അതിന് ചുറ്റുമായിട്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്ലൗഡ് രൂപത്തില് ഗ്യാസും ഡസ്റ്റും കാണാം. ഇതിനെയാണ് കോമ എന്ന് വിളിക്കുന്നത്. ആൻഡ് കോമറ്റിനൊരു ടെയിൽ ഉണ്ട്. ഈ ടെയിൽ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഓൾവേസ് പോയിന്റ്സ് എവേ ഫ്രം ദ സൺ. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കോമറ്റിന് ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻഡ് കോമറ്റിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ബോത്ത് ക്യൂപ്പർ ബെൽറ്റിൽ നിന്നും ഊട്ട് ക്ലൗഡിൽ നിന്നും ആര് ഒറിജിൻ ചെയ്യുന്നുണ്ട്? കോമറ്റുകൾ ഒറിജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് സണ്ണിന് അടുത്തായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞാണ് ഊട്ട് ക്ലൗഡ് വരുന്നത്. ഊട്ട് ക്ലൗഡ് ആക്ച്വലി സയന്റിഫിക്കലി നമ്മൾ അതിനെ കണ്ടുപിടിച്ചില്ല, പക്ഷെ ആ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഊട്ട് ക്ലൗഡിൽ നിന്ന് വരുന്ന കോമറ്റുകൾ ലോങ് പീരീഡ് കോമറ്റുകൾ എന്നറിയപ്പെടുന്നു. ആൻഡ് ക്യൂപ്പർ ബെൽറ്റിൽ നിന്ന് വരുന്ന കോമറ്റുകളെ ഷോർട്ട് പീരീഡ് കോമറ്റുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. റെഡി? ആൻഡ് സണ്ണിലേക്ക് അടുത്ത് വരുമ്പോഴാണ് ഈ ഒരു ഐസി ബോഡി എന്ത് ചെയ്യുന്നത്? ഇത് ഇങ്ങനെ ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതിങ്ങനെ കത്താൻ തുടങ്ങും. സണ്ണിലേക്ക് കത്തിയിട്ട് എന്ത് ചെയ്യും? ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സണ്ണിനെ അടുത്ത് വരുമ്പോഴാണ് ഈ ഒരു ഐസി ബോഡി ഗ്ലോ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് കോമറ്റുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട 2 കോമറ്റുകളുടെ പേരുണ്ട്. ഒന്ന് ഹെയ്ലി കോമറ്റ് ആണ്. എല്ലാ 76 വർഷവും കൂടുമ്പോഴും ഉണ്ടാകുന്ന ഒരു കോമറ്റ് ആണ് ഹെയ്ലി കോമറ്റ്. ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 76 വർഷം കൂടുമ്പോഴാണ് ഹെയ്ലി കോമറ്റ് ഉണ്ടാവുക. ഇനി ഒരു ഹെയ്ലി കോമറ്റിനെ കാണണമെങ്കിൽ അത് ഏത് വർഷമായിരിക്കും? ചോദിച്ചിട്ടുണ്ട്. 2061 ഇനി ഒരു ഹെയ്ലി കോമറ്റ് ഉണ്ടാകാൻ പോവുക. ഓക്കെ, ആൻഡ് മറ്റൊരു കോമറ്റ് ആണ് ഹെയിൽ ബോബ് കോമറ്റ്. ഇത് 1997 ഉണ്ടായിട്ടുള്ള ഒരു ബ്രൈറ്റ് കോമറ്റ് ആണ്. ഇത്രയാണ് കോമറ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ആസ്ട്രോയിഡ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് ആസ്ട്രോയിഡ്സ് ഉണ്ടാവുക. അതായത് നമ്മൾ ആദ്യം പഠിച്ചില്ലേ സോളാർ സിസ്റ്റം, പിന്നെ പ്ലാനറ്റുകൾ 4 കഴിഞ്ഞാൽ ആസ്ട്രോയിഡ് ബെൽറ്റ് ആണ് വരുന്നത്. ഈ ഒരു ബെൽറ്റിലാണ് ആസ്ട്രോയിഡുകൾ ഉണ്ടാവുക. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടുള്ള പ്ലൂട്ടോ ക്യൂപ്പർ ബെൽറ്റിലാണ്. ആൻഡ് കോമറ്റ്, ഇതാണ് കോമറ്റ്. ഇത് ഒറിജിൻ ചെയ്യുന്നത് ഊട്ട് ക്ലൗഡിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നുണ്ട്. ഈ ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്ന സോളാർ സിസ്റ്റത്തിന് എൻഡ് ആണ് കേട്ടോ. അതോടുകൂടെ സോളാർ സിസ്റ്റം എന്ത് ചെയ്യാണ്? എൻഡ് ചെയ്യാണ്. അവിടെ നിന്നും ഈ ഒരു ക്യൂപ്പർ ബെൽറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കോമറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആസ്ട്രോയിഡ് ബെൽറ്റ് മാർസിന് ശേഷമാണ്, മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലായിട്ടാണ് ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആസ്ട്രോയിഡുകളെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പം എന്താണ് ആസ്ട്രോയിഡുകൾ? ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞ റോക്സ് ആണ്, ഉൽക്കകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡ് ഓഫ് റോക്ക്. ഇറഗുലർ ഷേപ്പ് ആണ്.
ചെറിയ ചെറിയ റോക്സും ഉണ്ടാവും, ചെറിയ ആസ്ട്രോയിഡുകൾ ഉണ്ടാവും, വലിയ ആസ്ട്രോയിഡുകൾ ഉണ്ടാവും അല്ലെ. അതിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്. ചെറിയ മീറ്ററോളം വരുന്ന ആസ്ട്രോയിഡുകൾ ഉണ്ട്, വലിയ അല്ലേ, വലിയ കിലോമീറ്റർ കണക്കിന് ഡിസ്റ്റൻസിൽ വരുന്ന അത്രയും വലിപ്പമുള്ള ആസ്ട്രോയിഡുകളും ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ ആസ്ട്രോയിഡുകൾക്ക് എന്തില്ല, ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. ഓക്കെ, അതിന് സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു നോൺ ലൂമിനസ് ബോഡിയാണ്. ഓക്കെ, സെൽഫ് ഗ്ലോയിങ് അല്ല. പക്ഷെ സണ്ണിന്റെ ഒക്കെ ഹെൽപ്പോടുകൂടെ ചില സമയത്ത് ഗ്ലോ ചെയ്യാറുണ്ട്. ഓർത്ത് വെക്കുക, ആസ്ട്രോയിഡിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് റോക്ക്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിന്റെ ലൊക്കേഷൻ ആസ്ട്രോയിഡ് ബെൽറ്റിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി മീറ്റേഴ്സ്. നമ്മൾ എർത്തൊക്കെ പഠിക്കുന്ന സമയത്ത് എർത്തിന്റെ ലേയേഴ്സ് പഠിക്കുന്നുണ്ടല്ലേ, അതിൽ ഒരു ലെയറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ മീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബേണപ്പ് ആയി പോകുന്നുണ്ട്. എയറുമായിട്ട് ഫ്രിക്ഷൻ ഒക്കെ നടന്ന് ബേണപ്പ് ആയി പോകുന്നു, പഠിച്ചിട്ടുണ്ടല്ലേ. ആ സാധനമാണ് മീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നാണ്. ഷൂട്ടിംഗ് സ്റ്റാർസ് അല്ലെങ്കിൽ ഫോളിംഗ് സ്റ്റാർസ് എന്ന് വിളിക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഷൂട്ടിംഗ് സ്റ്റാർസ്, ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇത് സ്റ്റാർ അല്ല, ഇതിങ്ങനെ കത്തുന്നത് കൊണ്ട്, ഗ്ലോ ചെയ്യുന്നത് കൊണ്ട് സർഫസിലേക്ക് വരുമ്പോഴത്തേക്ക് ഗ്ലോ ചെയ്യും, കത്തിയേരി ബേണപ്പാകുന്ന സമയത്ത് ഒരു സ്റ്റാർ പോലെ ഇങ്ങനെ തിളങ്ങുന്നത് കൊണ്ടാണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്നുള്ള ഇരട്ട പേര് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ സ്റ്റാർ അല്ല, ഓർത്തു വെക്കുക, മീറ്റേഴ്സ് ആണ്. ഈ മീറ്റേഴ്സ് എർത്തിലെ മെസോസ്ഫിയറിൽ എത്തുമ്പോഴാണ്, ഓക്കെ, മെസോസ്ഫിയറിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ബേണപ്പായി പോകുന്നത്. ഷൂട്ടിംഗ് സ്റ്റാർസ് ഓർത്തു വെക്കണം കേട്ടോ. ഇതും എന്താണ്, സ്പേസ് റോക്സ് അല്ലെങ്കിൽ ഡെബ്രിസ് ആണ്, റോക്കിയാണ്. ഓക്കെ, ആൻഡ് സർഫസിലേക്ക് വരുന്നു, എയറുമായിട്ട് ഫ്രിക്ഷൻ നടക്കുന്നു, ബേണപ്പായി പോകുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് വിളിക്കുന്നു. ഇത്രയാണ് സോളാർ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ സൺ നമ്മൾ പഠിച്ചു, നമ്മുടെ സ്റ്റാർ ആണ്. അത് കഴിഞ്ഞ് വരുന്ന 8 പ്ലാനറ്റുകൾ പഠിച്ചു. അത് കഴിഞ്ഞ് വരുന്ന ഡ്വാൾഫ് പ്ലാനറ്റ് പ്ലൂട്ടോയെ പഠിച്ചു. ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ആസ്ട്രോയിഡുകളെ പഠിച്ചു അല്ലെ. ക്യൂപ്പർ ബെൽറ്റിലാണ് പ്ലൂട്ടോ, അത് നമ്മൾ പഠിച്ചു. ഊട്ട് ക്ലൗഡിൽ നിന്നും ക്യൂപ്പർ ബെൽറ്റിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന കോമറ്റുകളെ പറ്റി പഠിച്ചു. അവസാനം മീറ്റേഴ്സിനെ പറ്റിയും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സോളാർ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഒറ്റയടിക്ക് നമ്മൾ ഈ ഒരു ടോപ്പിക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയും ചെറുതായിട്ടാണ്, ഈ ചെറിയ സമയം കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കോണ്ടന്റ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു CGL എക്സാംസ് ആയിക്കോട്ടെ, RRB എക്സാംസ് ആയിക്കോട്ടെ, അതിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള ജോബ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചാണ് MTS വിന്നേഴ്സ് ബാച്ച്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ CGLന്റെ മാസ്റ്റർ ബാച്ച് ഉണ്ട്, ക്രാഷ് കോഴ്സ് ബാച്ച് ആണ്. നിങ്ങളിപ്പോൾ CGLന്റെ CGL Tier 1 Tier 2 പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ ബാച്ച് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു ക്രാഷ് കോഴ്സ് ആണ്, സെയിം കോഴ്സ് തന്നെ ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരു ഫൈനൽ റൗണ്ട് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരു വർക്കിംഗ് ആസ്പിറന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. PYQസും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അഡ്മിഷൻ എടുത്ത് അടിപൊളിയായിട്ട് പഠിക്കാം. എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കാം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇതേപോലെ ഒറ്റയടിക്ക് സെറ്റ് ആക്കാം. ബൈ.